നമസ്കാരം. എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് പശ്ചിമേഷ്യയിൽ ഇന്ന് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ കുവൈറ്റിലും ബഹ്റൈനിലും നടന്ന 2 കാര്യങ്ങളെക്കുറിച്ച് കൂടി എനിക്ക് ഇന്ന് സംസാരിക്കാനുണ്ട്. ആദ്യമായി എന്താണ് നാം ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്തകൾ എന്ന് ചോദിച്ചാൽ, ഇന്ന് ഉച്ചയ്ക്കാണ് പാകിസ്ഥാൻ വഴി അമേരിക്കയുടെ 15 പോയിന്റുള്ള ഒരു സമാധാന ഉടമ്പടി ഇറാനിന് കൈമാറിയിട്ടുണ്ട് എന്ന വാർത്ത സ്ഥിരീകരണം വരുന്നത്. ഇപ്പോൾ ഒരു ഏതാണ്ട് 45 മിനിറ്റ് മുമ്പ് വന്ന ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്, ഇറാൻ ഈ 15 പോയിന്റും ഈ സമാധാന ഉടമ്പടി പൂർണ്ണമായും നിരസിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇറാനിൻ്റെതായ 5 ഡിമാൻഡുകളാണ് ഇപ്പോൾ ഇറാൻ മുന്നിലോട്ട് വെച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്ന്, ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണങ്ങളും അതുപോലെ ഈ നേതാക്കളെ കൊല്ലുന്ന അസാസിനേഷൻസ് എല്ലാം പൂർണ്ണമായും നിർത്തലാക്കുക. രണ്ടാമത്, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം. ഇനി ഒരിക്കലും ഭാവിയിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ അമേരിക്ക ആക്രമിക്കില്ല, ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടാവില്ല എന്ന ഉറപ്പ്. മൂന്നാമതായി അവർ പറയുന്നത്, ഇപ്പോൾ ഈ യുദ്ധത്തിൽ വന്നിരിക്കുന്ന നാശനഷ്ടങ്ങൾക്കെല്ലാം ഒരു നഷ്ടപരിഹാരം കിട്ടണം. പിന്നീട് പറയുന്നത്, ഈ ആദ്യത്തെ പോയിന്റിൻ്റെ ഭാഗമായിട്ട് തന്നെ യുദ്ധം എല്ലാ ഫ്രണ്ടിലും ഒരുപോലെ അവസാനിപ്പിക്കണം. ഉദ്ദേശിച്ചത് അവരുടെ പ്രോക്സി ആയിട്ടുള്ള ഹെസ്ബുള്ളയുമായി ഇസ്രയേലിൽ യുദ്ധം നടക്കുന്നുണ്ട്, അതും അവസാനിപ്പിക്കണം എന്നാണ്. എല്ലാ ഫ്രണ്ടിലുമുള്ള എല്ലാ തരത്തിലുള്ള എഗ്രഷനുകളും അവസാനിപ്പിക്കണം. അഞ്ചാമത്തെ പോയിന്റാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇറാൻ പറയുന്നത്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിന് മീതെ തങ്ങൾക്കുള്ള പരമാധികാരം അംഗീകരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് തുറക്കുക എന്നുള്ളതാണ്. അതാണ് ട്രംപിൻ്റെ മീതെയുള്ള ഏറ്റവും വലിയ പ്രഷർ. അപ്പോൾ പണ്ടത്തെ രീതിയിൽ ഏത് രാജ്യങ്ങളുടെ കപ്പലിനും ഫ്രീ ആയി പാസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഷിപ്പിംഗ് പാസേജായി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിനെ ഇനി ഇറാൻ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. തങ്ങൾക്കാണ് ഇതിൻ്റെ പരമാധികാരം എന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥം ഇറാനാണ് അത് ഇനി കൺട്രോൾ ചെയ്യുക, അത് ഈ ലോകരാജ്യം അമേരിക്ക അംഗീകരിക്കണം എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ്. അപ്പോൾ ഇനി വരുന്ന അടുത്ത മണിക്കൂറുകളിൽ നമുക്ക്, അല്ലെങ്കിൽ നാളെ നമുക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാം നോക്കേണ്ടത്, ട്രംപ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും. നമുക്ക് ഉറങ്ങി നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആക്ച്വലി ട്രംപിൻ്റെ പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ട്രംപിൻ്റെ പ്രതികരണം മാത്രമല്ല ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇസ്രയേൽ ഇതിന് എങ്ങനെ പ്രതികരിക്കും എന്നുകൂടി നാം അറിയേണ്ടതുണ്ട്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അറ്റാക്കുകളും നിർത്തണം, ഭാവിയിൽ അറ്റാക്കുകൾ ഉണ്ടാവരുത് എന്നൊക്കെ പറയുമ്പോൾ ഇസ്രയേൽ ഇതിനെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും കൂടി നാം നോക്കിക്കാണണം. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഈ 5 ഡിമാൻഡ് ഇറാൻ മുന്നിലോട്ട് വെക്കുമ്പോൾ ഇന്നലെ ട്രംപ് അവകാശപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇറാൻ പൂർണ്ണമായും ഫേസ്ബുക്ക് ഭാഷയിൽ പറയല്ലോ പൊളിച്ചടുക്കി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് വഴിയും അതുപോലെ നടത്തിയ പത്രസമ്മേളനത്തിലും പത്രക്കാരോട് സംസാരിച്ചപ്പോഴൊക്കെ ട്രംപ് അവകാശപ്പെട്ടത്, ഈ 15 പോയിന്റുകളും ഇറാൻ അംഗീകരിച്ചു, ഞങ്ങൾ തമ്മിൽ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ചർച്ചകൾ നടന്നു, അതുപോലെ റെജീം ചേഞ്ചിന് വരെ, ഒരു ലീഡർഷിപ്പ് ചേഞ്ചിന് വരെ നമ്മൾ ഡിസ്കഷൻസ് നടത്തുകയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് അവകാശപ്പെട്ടത്. മാത്രമല്ല അദ്ദേഹം അതിൻ്റെ കൂടെ പറഞ്ഞത്, പൂർണ്ണമായും അദ്ദേഹം ഈ യുദ്ധം ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇറാൻ്റെ നേവിയെ പൂർണ്ണമായും നശിപ്പിച്ചു, മിലിറ്ററിയെ നശിപ്പിച്ചു, ആർമിയെ നശിപ്പിച്ചു, മിസൈൽ കേപ്പബിലിറ്റീസ് ഇല്ലാതാക്കി, അപ്പോൾ യുദ്ധം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നും അദ്ദേഹം ഇന്നലെ അവകാശപ്പെട്ടു. അപ്പോൾ ഈ അമേരിക്കയുടെ സമാധാന ഉടമ്പടി അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, സ്വന്തമായി 5 പോയിന്റ് ഡിമാൻഡുകൾ ഇറാൻ മുന്നിലോട്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് നാം ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ്. പിന്നെ ഞാൻ പറഞ്ഞ ബഹ്റൈനിലെയും കുവൈറ്റിലെയും 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. നമ്മളെപ്പോഴും ഈ വാർത്തകൾ ഷെയർ ചെയ്യുമ്പോൾ ഒന്നാമത് നമുക്ക് വെരിഫൈ ചെയ്ത് വിശ്വസനീയമായ സ്ഥലത്തു നിന്നുള്ള വാർത്തകൾ മാത്രമേ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാറുള്ളൂ. അങ്ങനെയാണ് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് ഞാൻ ഈ കുവൈറ്റിലെ നാഷണൽ ഗാർഡ് ഒരു വീഡിയോ ഷെയർ ചെയ്തെന്നും, ഒരു എമർജൻസി പ്ലാൻ, ആളുകൾ ഈ ന്യൂക്ലിയർ ലീക്കേജ് അടക്കമുള്ള എമർജൻസി ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തതിൻ്റെ പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് ധാരാളം മെസ്സേജുകൾ കുവൈറ്റിലുള്ളവരുടെയും അതുപോലെ കുവൈറ്റിൽ ബന്ധുക്കളുള്ളവരുടെയൊക്കെ മെസ്സേജസ് എനിക്ക് വന്നിരുന്നു. മാഡം, ഈ വാർത്ത ഒരു സ്ഥലത്തും കാണുന്നില്ല, ഇത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാനപ്പോൾ ഈ പോസ്റ്റിൽ കുവൈറ്റ് നാഷണൽ ഗാർഡിൻ്റെ ആ വീഡിയോൻ്റെ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സത്യമായിട്ടുള്ള വാർത്തയാണ് എന്ന ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി.
അപ്പോൾ ഇറാനിൻ്റെ ബുഷാറിലുള്ള ന്യൂക്ലിയർ പ്ലാന്റിന് നേരെ 2 തവണ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇറാനിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇന്നലെ രാത്രിയും ഇന്നും. അപ്പോൾ ഒരു അയൽ രാജ്യത്ത് ഇങ്ങനെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന് നേരെ, ന്യൂക്ലിയർ ഫെസിലിറ്റിക്ക് നേരെ അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ ഇത് വലിയ തോതിലുള്ള ഒരു ഹെൽത്ത് ഹസാർഡാണ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ടായിരിക്കണം, അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം കുവൈറ്റ് നാഷണൽ ഗാർഡ് ഇങ്ങനെ ഒരു മെസ്സേജ് പബ്ലിക്കിന് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവരുടെ എക്സ് അക്കൗണ്ടിലാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത്. അറബിക്കിലാണ് വീഡിയോ, പക്ഷെ അതിൻ്റെ ട്രാൻസ്ലേഷൻസ് പല സ്ഥലത്തും കണ്ടിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ എമർജൻസി ഉണ്ടായാൽ വീട്ടിൽ തന്നെ ഇരിക്കണം, ജനലുകളും വാതിലുകളും ഒക്കെ ഈ ഡക്ട് ടേപ്പ് വെച്ച് നന്നായി സീൽ ചെയ്യണം, പക്ഷെ പാനിക് ആവേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഒരു വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഈ വാർത്ത സത്യമാണ്. പലരും പറഞ്ഞു ഇത് ഒരു വെബ്സൈറ്റിലും കാണുന്നില്ല, ഒരു സ്ഥലത്തും ഈ വാർത്ത വന്നിട്ടില്ല, അപ്പോൾ ഇത് സത്യമാണോ? അപ്പോൾ ഇത് സത്യം തന്നെയാണ്. നിങ്ങൾക്ക് ഈ നാഷണൽ ഗാർഡിൻ്റെ എക്സ് അക്കൗണ്ടിൽ പരിശോധിക്കാവുന്നതാണ്. രണ്ടാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ബഹ്റിനിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പ്ലീസ് മെസ്സേജ് മീ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇന്ന് പല ഫേസ്ബുക്ക് പേജുകളും, ബഹ്റിനിൽ നിന്നുള്ള പല ഫേസ്ബുക്ക് പേജുകളിലും കണ്ടൊരു വാർത്ത, ബഹ്റിൻ ഇൻറ്റീരിയർ മിനിസ്ട്രി ഇതുപോലെ തന്നെ ഒരു എമർജൻസി ഒരു ഗൈഡൻസ് കൊടുക്കുന്ന പോലെയുള്ള ഒരു മെസ്സേജ് ഇറക്കിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ മൊബൈൽ ഫുൾ ചാർജിൽ വെക്കണം, കാറുണ്ടെങ്കിൽ പെട്രോൾ ഫുള്ളായി അടച്ചു വെക്കുക, ഒരു എമർജൻസി കിറ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് ധാരാളം പേജുകളിൽ ഞാൻ ഷെയർ ചെയ്ത് കണ്ടിരുന്നു. പക്ഷേ ഈ ബഹ്റിനിലെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ ആണ് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞത്, പക്ഷേ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വാർത്ത കാണാൻ സാധിച്ചില്ല. വീഡിയോ ആയിട്ടോ മെസ്സേജിങ് ആയിട്ടോ എനിക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ധാരാളം ചാനലുകൾ, ഈ ഫേസ്ബുക്ക് പേജുകൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളോ അല്ലെങ്കിൽ വയർ സർവീസുകളിലൊന്നും തന്നെ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു വെബ്സൈറ്റിലും അങ്ങനെ ഒരു വാർത്തയും ഞാൻ കണ്ടില്ല. അപ്പോൾ ബഹ്റിനുള്ളവർ ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ മറ്റേതെങ്കിലും വിശ്വസനീയമായ ചാനലുകളിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്യണം. കാരണം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ദിസ് ഈസ് വൈഡ്ലി ഷെയർഡ്. അപ്പോൾ ഈ 2 കാര്യങ്ങളുമാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ, ഇവിടെ UAE വലിയ തോതിലുള്ള നാളെ തൊട്ട്, ഇന്നും ഉണ്ട് മഴ, പക്ഷേ നാളെ തൊട്ട് മഴയും കാറ്റും ഇടിമിന്നലും എല്ലാം ഉണ്ട്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണം, കാറുകൾ കൊണ്ട് പുറത്തിറങ്ങരുത് എന്നൊക്കെയുള്ള മെസ്സേജുകൾ ഇവിടെ ഗവൺമെൻറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ഇനി നാളെ രാവിലെ ആകുമ്പോൾ അല്ലെങ്കിൽ നാളെ ആകുമ്പോൾ നമുക്ക് എന്താണ് പശ്ചിമേഷ്യയിൽ സംഘർഷത്തിൻ്റെ എന്തൊക്കെയാണ് പുതിയ ഡെവലപ്മെൻറ്റ് എന്ന് നാളെ നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Stay safe, everybody. Bye.